വർത്തേതയോപ്യന്തനുശംസിതേന ഗേഹേ പ്രഭേതം മനുജാശബന്ധി യുദ്ധാരമോന്ധം തരുമാനിനോ ധ്രുവം ഇതി ഘോരതമാത്മാഭാവാൽ സന്നിവൃത്തസ്വയം പ്രഭു ആസ്തേ പ്രതീക്ഷത്തർജന്മ ഹരേർവൈരാനുബന്ധവൽ ആസീന സന്നിശ തിഷ്ഠൻ ഭുഞ്ജാനപര്യരന്മയൻ ചിന്തയാനോ ഋഷീകേശമവശ്യോ തന്മയം ജഗൽ ബ്രഹ്മാഭവച്ചതപ്രീത്യ മുനിഭേർനാരദാനിധി ദേവൈ സാനുചരൈ സാവൻ ഗേഭ്യോ വിഷണമയ ഇടയൻ സത്യവ്രതം സത്യപരം സത്യം സത്യസ്യ യോനിം നിഹിതം ജഗത്യേ സത്യസ്യ സത്യമൃതസത്യമേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാ ഏകായനോസോ പഞ്ചവിധക്ഷരാത്മാ സത്വക്രഷ്ടമുടഭോനമാക്ഷോദി ദിഗ്ഭോഗാദിവൃക്ഷ ത്വമേവ ഏവാസി സദപ്രസൂരിത്വം സന്നിധാനം ത്വമനുഗ്രഹച്ഛ ത്വന്മായാ സംഹൃതചേതസത്വാം പശ്യന്തി നാനാമിവശ്ചിതോയേ വിഭക്ഷിരൂപാണ്യോബോധാത്മാ ക്ഷേമായ ലോകസ്യ പരാപരസ്യ സത്വോപന്നാനി സുഖാവാനി സദാഭദ്രാണി മുഹുദ്ധരാണാം ത്വയ്യംബികാക്ഷാഖിലസത്വധാമ്നി സമാധിനാമേ സുരചേതസൈകേ തുൽപാദബോധേന മഹൽകൃതേന കുർവന്തി ഗോവത്സരതം ഭവാദ്യം സ്വയം സമുത്തീര്യപുരുസ്തരന്യമേധവാർണവം ഭീമമദഭ്രഹൃദയ ഭവൽപദാംബോർഹവാവത്രദേ നിധായാദ സവനുഗ്രഹോ ഭവൻ ഏന്നേരവിന്ദാക്ഷമുപരമാനിന ത്വയ്യസ്വഭാവാദവിശുദ്ധബുദ്ധയ ആരുഹ്യകൃഷ്ണേന പരം ബന്ധത പദന്യതോ നാദുരയുഷ്ണബന്ധയ തഥാവദേ മാധവദാവഗാകുജിൽ ഭ്രശ്യന്തി മാർഗാത്വൈബദ്ധകൗഹൃദാ ത്വയാഭിഗുപ്ത വിചരന്തി നിർഭയ വിനായകാനീകവദുർഭൃ പ്രഭോ സത്വം വിശുദ്ധം ശയദേ ഭവാന്തിരോ ശരീരിണാം ശയകുദായനം വധു വേദക്രിയായോഗപഠത്സമാധിഭി തവാർഹണം യേന ജനഃ സമീഹതേ സത്വം ന ചേദ്ധാവരിതം നിജം ഭവേ വിജ്ഞാനമജ്ഞാനഭ്യാപനർജനം ഗുണപ്രകാശൈരനുമീയതേ ഭവാൻ പ്രകാശതേ യസ്യ തേന വാ ഗുണ നനാമരൂപേ ഗുണജന്മകർമ്മഭിർനിയൂഡിതേ തവ തസ്യ സാക്ഷിണ മനോവധോധ്യാമനുമേയവർണ്ണനോ ദേവക്രിയായാം മൃതിയന്ത്യഥാഭിः ശൃണ്വൻ ഗൃണൻ സംസ്മരൻ ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യത്ചരണാരവിന്ദയോരവിഷ്ടചേതാന ഭവായ കൽപ്പതേ ദൃഷ്ട്യാഹരോസ്യാഭവദത്തോ ഭാരോപരീരത്തവ ജന്മവേശിതു ദൃഷ്ട്യാം വിധാൻ കൽപ്പതേ സുശോഭനേ ദൃക്ഷ്യാമഗാന്ധ്യാം ച തദാനുകമ്പിതാം നദേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം പ്രവർത്തയാമഹേ ഭവോ നിരോധ തിരപ്യവിദ്യയാ കൃതായ യദത്തൈയഭയാശ്രയാത്മനി മസ്യാശ്വ തച്ഛവ നൃസിംഹപരാഹംസ രാജന്യവിപ്രൈബുധോ സുകൃതാവതാര ത്വം ജയധാധുനേശ ഭാരം ഭുവോ ഹരയതൂത്തമ വന്ദനം തേ ദിഷ്ട്യാംഗതേ കുക്ഷിഗത പരപ്പുമാൻ നിത്യാംഗതേ കുക്ഷിഗത പരപ്പുമാനംശേന സാക്ഷാൽ ഭഗവാൻ ഭവായന മാ ഭൂഭയം ഭോജപദേർമുഷോർ ഭുക്തായ ദൂനാം ഭവിതാതവൽമജ ശ്രീശുക ഉവാച ഇത്യഭീഷ്ടോയ പുരുഷം യദ്രൂപമനിതം യഥാ ബ്രഹ്മേശാനോ പുരോധായ ദേവാ ഹൃദയുർദിവം ശ്രീഹരേ നമാതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗണോഷ്ണോർ ബ്രഹ്മാദിനികൃതസ്തുതിർനാമ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നൈഷാദിദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധതേ പിബന്ധം തന്മുഖാം ഭോജച്യുതം ഹരികഥാമൃതം. ഈ ഒരു വാക്കിൽ നിന്നാണ് ഭഗവാന്റെ ദിവ്യമായ കൃഷ്ണാവതാരത്തെ വളരെ വിസ്തരിച്ച് പറയാൻ ശ്രീ ശിവബ്രഹ്മർഷി തുടങ്ങിയത്. അപ്പോ കൃഷ്ണാവതാരം ചുരുക്കി പറഞ്ഞപ്പോ അത് പോരാ എന്നും ഭഗവാന്റെ അവതാരവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ തനിക്കുണ്ടെന്നും അതിനൊക്കെ അവിടുത്തെ ആ ദിവ്യമായ വാക്കുകളിലൂടെ അതിനൊക്കെ മറുപടി പറയണേ എന്നും പറയുകയാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് പറഞ്ഞു, ഏതന്യച്ച സർവമേ മുനേ കൃഷ്ണവിചേഷ്ടിത എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തരണേ, അതിന് അങ്ങേക്കേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് കൃഷ്ണാവതാര രംഗത്തിലേക്ക് അവിടെ ശ്രീ ശിവബ്രഹ്മർഷി നമ്മളെ കൂട്ടിക്കൊണ്ടു പോണത്. ഹേ രാജർഷി സത്തമാ, പരീക്ഷിതരെ വിളിച്ചു, അങ്ങക്ക് ഈ ഭഗവാനിൽ ഇങ്ങനെ നൈസർഗികമായ രതിയുണ്ടായതിലൊരു അത്ഭുതവുമില്ല. കാരണം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ആ അമ്മയുടെ ഉദരത്തിനകത്ത് കടന്ന് അങ്ങേ രക്ഷിച്ച ആ ഭഗവാന്റെ കാരുണ്യം ഒരിക്കലും മറക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും നന്നായി. വാസുദേവന്റെ കഥകളെ ചോദിക്കുന്നവരും അതിന് മറുപടി പറയുന്ന ആളുകളും അത് കേൾക്കുന്ന ആളുകളും അതിനെ അനുമോദിക്കുന്ന ആളുകളും ഒക്കെ തന്നെ അവരൊക്കെ ആ ഭഗവാന്റെ പാദതീർത്ഥം ശുദ്ധീകരിക്കുന്ന പോലെ അവരൊക്കെ ശുദ്ധരായിട്ട് തീരും. അതുകൊണ്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് കഥ പറയാനായിട്ട് ആരംഭിക്കുമ്പോൾ രണ്ട് അശരീരികളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒന്ന് ബ്രഹ്മാവ് മാത്രം കേട്ടതാണ്, ബ്രഹ്മാവിലൂടെ നമ്മളൊക്കെ കേട്ടതാണ്. ബ്രഹ്മാവ് ദുഃഖിതയായ ഭൂമിദേവിയാകുന്ന ഗോരൂപത്തോടുകൂടി ഭഗവാനെ ഭജിക്കാൻ, ആ ഗോലോകനാഥനെ ഭജിക്കാൻ പാൽക്കടലിന്റെ തീരത്ത് പോയപ്പോ ഭഗവാൻ അക്ഷരമായി ബ്രഹ്മാവിന്റെ അകത്ത് പ്രവേശിച്ചു. എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, വസുദേവരുടെ ഗൃഹത്തിൽ ഞാൻ അവതരിക്കാൻ പോണു. ഏട്ടൻ ആയിട്ട് അവതരിക്കാൻ പോണത് സംഘർഷണമൂർത്തിയാണ്. എൻ്റെ അനുജത്തിയായി യോഗമായാദേവി അവതരിക്കാൻ പോണു. നിങ്ങളെല്ലാവരും എൻ്റെ അവതാരം ഭംഗിയാക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞത് ബ്രഹ്മാവ് എല്ലാവരെയും അറിയിച്ചു. ഭൂമിദേവിക്ക് വലിയ സമാധാനമായി, സന്തോഷമായി. എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ശ്രീ ശിവബ്രഹ്മർഷി നമ്മളെ കൊണ്ടുപോണത് മധുരാപട്ടണത്തിന്റെ രാജവീഥിയിൽ ഒരു വലിയ വിവാഹത്തിന്റെ ഘോഷയാത്ര ആരംഭിക്കുന്നിടത്തേക്കാണ്. നിരവധി ആനകളും തേരുകളും കുതിരകളും കാലാൾപ്പടയുമൊക്കെ നിറഞ്ഞ ആഘോഷം നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ വിവാഹ ഘോഷയാത്ര. അവിടെ വരൻ വസുദേവരാണ്, വധു ദേവകിയാണ്. ദേവകപുത്രനായിരിക്കുന്ന ദേവകി പൗരവി, രോഹിണി, മധുര തുടങ്ങിയവരെ വിവാഹം ചെയ്ത ഏഴാമത്തെ വിവാഹമാണ് വസുദേവരുടെ ദേവകിയുമായിട്ട്. ആ രഥചക്രങ്ങൾ മെല്ലെ ഉരുളാൻ തുടങ്ങുമ്പോഴേക്കും ഉഗ്രസേന സുത കംസ സുസുപ്രിയ ചികീർഷയ, ഉഗ്രസേന പുത്രനായിരിക്കുന്ന കംസൻ വന്ന് സാരഥ്യം സ്വയം ഏറ്റെടുത്തു. ഇവിടെ ആ കംസൻ കുതിരകളുടെ കടിഞ്ഞാനം എല്ലാം ഇങ്ങനെ വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത ശരീരി. അത് ബ്രഹ്മാവ് മാത്രം കേട്ടതല്ല, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കേട്ടതാണ്. പറഞ്ഞു, അസ്യാസ്ത്വാം അഷ്ടമോ ഗന്ധോഹന്തായാം വഹസേ അബുധ, ഇവർക്കുണ്ടാകാൻ പോകുന്ന എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനാകും, ഏ ബുദ്ധിയില്ലാത്തവനെ എന്ന് പറഞ്ഞപ്പോ ആ ബുദ്ധിഭ്രമം കാണിച്ചു കംസൻ. കാരണം കംസ എന്ന് വിളിച്ചില്ല, പക്ഷെ മനസ്സിലാക്കി ഇത് തന്നെയാണ് എന്ന് വിചാരിച്ച് ഭഗിനിം ഹന്തുമാരബ്ധ, തൻ്റെ സഹോദരിയെ കൊല്ലാൻ പുറപ്പെട്ടു. കുറച്ചു മുമ്പ് എന്താ ചെയ്തത്? സഹോദരിയോടുള്ള സ്നേഹം കാരണം കുതിരകളുടെ കടിഞ്ഞാണേറ്റെടുത്ത കംസൻ ഇപ്പോ ആ സഹോദരിയെ, ഭഗിനിയെ കൊല്ലാനായിട്ട് പുറപ്പെടുന്നു. വസുദേവര് വന്ന് കയ്യിൽ പിടിച്ചു. ആ വാള് താഴേക്ക് ഇങ്ങോട്ട് വന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവൾ ഇഹലോകവാസം വെടിയേണ്ടി വരും. അതുകൊണ്ട് കംസനോട് സാരോപദേശമൊക്കെ ചെയ്തു നോക്കി. മൃത്യുർജന്മവതാം വീരാദേഹേന സഹജായതേ
ജനിച്ച ആളുകൾക്കൊക്കെ തന്നെ ജനിക്കുമ്പോൾ മരണം എഴുതി വെച്ചിട്ടുണ്ട്. അദ്യവാബ്ദ ശതാന്തേവ, ചിലപ്പോൾ ഇപ്പോഴാവാം, 100 വർഷം കഴിഞ്ഞിട്ടാവാം. മൃത്യുർവൈ പ്രാണിനാം ധ്രുവ, മരണം എന്നുള്ളത് ജീവികൾക്ക് നിശ്ചയമായിട്ട് നടക്കേണ്ടതാണ്. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം വസുദേവര് പറഞ്ഞു, നഹ്യസ്യാസ്തേ ഭയം സൗമ്യ, അങ്ങക്ക് ഇങ്ങനെ പേടിയുണ്ടെങ്കിൽ, ഇവളുടെ മകനാണല്ലോ അങ്ങേ കൊല്ലെന്ന് പറഞ്ഞത്, ഇവളെ കൊല്ലാതെ വിടൂ, ഞങ്ങൾക്കുണ്ടാകുന്ന മക്കളെ മുഴുവൻ അങ്ങക്ക് തരാം എന്ന് പറഞ്ഞപ്പോ കംസന് തോന്നി ഇതിലൊരു ശരിയുണ്ട്, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് സഹോദരിയെ വിട്ട് അവിടുന്ന് പോയി. അധകാല ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ. ആ ദേവകീ ദേവി, കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ തുടങ്ങിയ പുത്രന്മാർക്ക് ജന്മം കൊടുത്തു. ആദ്യത്തെ ഉണ്ണി ഉണ്ടായപ്പോ തന്നെ ആ കീർത്തിമന്ദം പ്രഥമജം, ആദ്യത്തെ ഉണ്ണിയെ തന്നെ നേരെ കൊണ്ടുപോയി കംസന്റെ അടുത്തേക്ക്. കംസൻ പറഞ്ഞു, പ്രതിയാതുമാരോയം, ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ, ഈ ഉണ്ണിയെ എനിക്ക് പേടിയേ ഇല്ല. നഹ്യസ്മാത് അസ്തിമേ ഭയം. കാരണം എന്താ, 8ാമത്തെ ഉണ്ണിയാണ് എന്നെ കൊല്ലെന്ന് പറഞ്ഞത്. അപ്പൊ 8ാമത്തെ ഉണ്ണിയെ കൊണ്ടുവന്നാൽ മതി, പൊക്കോളൂ. പക്ഷെ അതിനെ അഭിനന്ദിച്ചില്ല വസുദേവര് എന്നാണ്. കാരണം ഈ ദുഷ്ടന്മാരുടെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം. ആദ്യം സഹോദരിയോടുള്ള സ്നേഹം കാണിച്ചു, പിന്നെ സഹോദരിയെ കൊല്ലാൻ തുടങ്ങി. ഇപ്പതാ ഈ കുഞ്ഞിനോട് സ്നേഹം കാണിക്കണു, അധികം വൈകാതെ ആ കുഞ്ഞിനെ ചിലപ്പോൾ കൊന്നേക്കാം. ഏതായാലും തിരിച്ചു കൊണ്ടുവന്നു. ഈ സന്ദർഭത്തിലാണ് നാരദ മഹർഷി വന്ന് കംസനെ ആ ഭീതിയുടെ വിത്ത് ഉള്ളിൽ വിതച്ചിട്ട് പോയത്. വിഷ്ണുവാണ് പിറക്കാൻ പോണത്. നമ്മളെ പോലെ 1, 2, 3, 4, 5, 6, 7, 8 എന്നാവില്ല ദേവന്മാരുടെ എണ്ണല്. അങ്ങേക്ക് അറിയില്ലേ? അത് വേണമെങ്കിൽ നോക്കിക്കോളൂ പറഞ്ഞൊരു വൃത്തം വരച്ച് 8 ബിന്ദുക്കൾ രേഖപ്പെടുത്തി. ഇതിൽ 8ാമത്തെ ബിന്ദു ഏതാന്ന് ചോദിച്ചു. കംസൻ ആകെപ്പാടെ, നമ്മൾ പറയാറില്ലേ കംസൻ കമലയിലായി. അപ്പോ നാരദ മഹർഷി പറഞ്ഞു, 8 വെട്ടാവാൻ സാധ്യതയുണ്ട്, നമ്മൾ എവിടുന്ന് എണ്ണി തുടങ്ങണമെന്നുള്ളതിനനുസരിച്ചാണ് എന്ന് പറഞ്ഞപ്പോ ഋഷേർ വിനിർഗമേ കംസോ, ആ മഹർഷി പോയതോടുകൂടി കംസന് ഭീതി വർദ്ധിച്ചു. ദേവകിക്കുണ്ടായ 6 ഉണ്ണികളെ, കീർത്തിമാൻ, സുഷേണൻ, ഭദ്രൻ തുടങ്ങിയ ആ ഉണ്ണികളെ, ഋജു, സമ്മർദ്ദനൻ തുടങ്ങിയവരെയൊക്കെ കാരാഗ്രഹത്തിലെ കരിങ്കല്ലിൽ ആഞ്ഞടിച്ചു കൊന്നു എന്നാണ്. ദുഃഖത്തിന്റെ ആ കണ്ണീർത്തുള്ളികൾക്കിടയിലേക്കാണ് ആ കണ്ണീർമുത്തുകളെ തന്റെ പ്രിയപ്പെട്ട മാലയാക്കി സ്വീകരിച്ചുകൊണ്ട് കമലാനാഥനായിരിക്കുന്ന കാർമുകിൽ വർണ്ണൻ അവതരിക്കാൻ പോണത്. അതിനു മുമ്പേ ഏട്ടനാവാൻ സംഘർഷമൂർത്തിയെ പറഞ്ഞയച്ചു. കാരണം രാമാവതാരം കഴിഞ്ഞപ്പോൾ കൊടുത്തൊരു ഉറപ്പാണത്രേ. അന്ന് ലക്ഷ്മണനായിരുന്ന അനന്തമൂർത്തി രാമാവതാരം കഴിഞ്ഞ് ആ അനന്തതൽപ്പത്തിൽ ഭഗവാന് കിടക്കുമ്പോ തൻ്റെ 1000 ഭണങ്ങൾ കൊണ്ടും ഭഗവാന് കുടപിടിച്ച് പാൽക്കടലിൽ കിടക്കുമ്പോ പതുക്കെ ഭഗവാന്റെ ചെവിയിൽ പറഞ്ഞു, അടുത്ത അവതാരത്തില്, ദ്വാപരയുഗത്തിലെ ആ അവതാരത്തില് ഏട്ടനാവാൻ എന്നെ അനുഗ്രഹിക്കണേ. ഭഗവാൻ പറഞ്ഞു, ഓ അതിനെന്താ, അടുത്ത അവതാരത്തിൽ ഏട്ടൻ എന്നുള്ള സ്ഥാനവും രാമൻ എന്നുള്ള നാമവും അങ്ങയ്ക്ക്. അതുകൊണ്ട് അനന്തമൂർത്തിയോട് പറഞ്ഞു, ആദ്യം പൊക്കോളാൻ പറഞ്ഞു. രാമാവതാരത്തിൽ അങ്ങനെയല്ല, രാമനാണ് ആദ്യം ഉണ്ടായത്, പിന്നെ ഭരതൻ, പിന്നെ ലക്ഷ്മണനും ശത്രുഘ്നനും, അങ്ങനെയാണല്ലോ. ആ കൗസല്യ കൊടുത്ത പായസം കഴിച്ചത് കൊണ്ട് ഉണ്ടായ ഉണ്ണിയാമത്രേ ലക്ഷ്മണൻ. സുമിത്രയ്ക്ക് കൈകേയി കൊടുത്തതിന്റെ പാതി കൊണ്ടുണ്ടായത് ശത്രുഘ്നൻ. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരുമായി മാറി. അതിനൊരു പ്രത്യേകതയുണ്ട്. ലക്ഷ്മണനും ശത്രുഘ്നനുമാണ് സുമിത്രയുടെ മക്കളെങ്കിലും ലക്ഷ്മണ ശത്രുഘ്നന്മാർ എന്നല്ല പറയുക, രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരുമാണ്. ഏതായാലും ഇത്തവണ അവിടുന്ന് പറഞ്ഞയച്ചു. ഭരതശത്രുഘ്നന്മാരാണ് സുദർശനവും പാഞ്ചജന്യവും എന്ന് വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു വരുന്നു. ഏതായാലും അവിടുന്ന് സംഘർഷണമൂർത്തിയെ ആദ്യം പറഞ്ഞയച്ചു. അവിടുന്ന് സംഘർഷണമൂർത്തി ദേവകിയുടെ ഗർഭത്തിലേക്ക് എത്തിച്ചേർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ദുർഗാദേവിയെ വിളിച്ചു. ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവി ഗച്ഛദേവി വ്രജം ഭദ്രേ, ദേവി പൊക്കോളൂ വ്രജത്തിലേക്ക്. എന്തിനാത്? എൻ്റെ ഈ ദിവ്യമായ അവതാരത്തെ ഭംഗിയാക്കാൻ ദേവിയുടെ സാന്നിധ്യം വേണം. അപ്പൊ ദേവി ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആ ദേവകിയുടെ ഗർഭത്തിലുള്ള ചൈതന്യത്തെ എടുത്ത് രോഹിണ്യാ ഉദരേ സന്നിവേശയ, രോഹിണിയുടെ ഉദരത്തിൽ ചേർത്ത് വെക്കുക. ഇതാരും അറിയണ്ട, ദേവി നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. ദേവകി പോലും അറിയണ്ട, രോഹിണി തൻ്റെ ഉദരത്തിൽ ഒരു ചൈതന്യം വന്നതിന് ശേഷം അറിഞ്ഞാൽ മതി.
ശരിയെന്ന് പറഞ്ഞു ദേവി. ദേവി പോവാൻ നേരത്ത് പറഞ്ഞു അങ്ങനെയല്ല, ദേവി യശോദയുടെ പുത്രിയായിട്ട് പിറക്കണമെന്ന് മാത്രമല്ല, ദേവിയെ ലോകം മുഴുവൻ പല പല രൂപങ്ങളിലൂടെ, പല പല ഭാവങ്ങളിലൂടെ, പല പല നാമങ്ങളിലൂടെ ആദരിക്കും. സർവകാമവരേശ്വരിയായി ദേവി അവരെയൊക്കെ അനുഗ്രഹിക്കണം. ദുർഗേതി, ഭദ്രകാളീതി, വിജയ, വൈഷ്ണവീതി ച, അങ്ങനെ പല പല പേരുകൾ ഉണ്ടാവും ദേവിക്ക്. ഭഗവാൻ അനുഗ്രഹിച്ചു. അവിടുന്ന് ദാ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗതാ തഥാകരു, ദേവി അതേപോലെ ചെയ്തു. അങ്ങനെ ദേവകിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ചൈതന്യം കാണാതായപ്പോ, നഷ്ടപ്പെട്ടപ്പോ, ഇതി പൗരാവിചുക്രുഷു, ജനങ്ങളൊക്കെ എന്ത് പറഞ്ഞു? അഹോ വിശ്രംസിതോ ഗർഭ, ഈ ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു നന്നായി. എന്താ ഇങ്ങനെയൊക്കെ പറയണത് വെച്ചപ്പോ, എന്തിനാണ് ഇങ്ങനെ കംസന് കൊല്ലാൻ വേണ്ടി ഒരു കുട്ടിയെ കൊടുക്കണത്? നന്നായി എന്നാണ് ചിലരുടെ അഭിപ്രായം. ചിലരുടെ അഭിപ്രായം പാവം അതിന്റെ ദുഃഖം എന്നാ തീരുക. അങ്ങനെ എത്രയോ ആളുകൾ ആ ദേവകിയുടെ ദുഃഖം തീരാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ദേവകീദേവൻ, ആ ദേവകീപുത്രനായി ദേവദേവനായിരിക്കുന്ന ഭഗവാൻ അവതരിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കര ആവിവേശാംശഭാഗേന മന ആനകദുന്ദുഭേ, ആനകദുന്ദുഭിയായിരിക്കുന്ന വസുദേവരുടെ ഹൃദയത്തിൽ ഭഗവാൻ പിന്നെ തിളങ്ങാൻ തുടങ്ങി. അപ്പൊ അവതാരങ്ങളൊക്കെ എങ്ങനെയാണ്? മനസ്സിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോ അല്ലാതെ വപുസ്സും ചേരുന്ന കേവല പിറവിയല്ല എന്ന് മാത്രം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവതാരിക്കണോ ഭഗവാൻ ആദ്യം വസുദേവരുടെ ഹൃദയത്തിൽ, വസുദേവരിൽ നിന്ന് ദേവകിയിലേക്ക്, പിന്നെ ആ കാരാഗൃഹത്തിലെ കനത്ത കൂരിരുട്ടിൽ അതിനെ മുഴുവൻ ആ തൻ്റെ ജ്യോതിസ് കൊണ്ട് പ്രകാശപൂരിതമാക്കി ഭഗവാൻ അവതരിക്കുന്നതായിട്ടുള്ള രംഗം. അപ്പോഴേക്കും ബ്രഹ്മാവ്, അതേപോലെ മഹാദേവൻ, ദേവേന്ദ്രൻ, നാരദൻ തുടങ്ങിയ ആളുകളൊക്കെ ഓടി വന്നു. ബ്രഹ്മാഭവശ്ച തത്ര ഇത്യ മുനിഭിർ നാരദാദിഭി ദേവൈ സാനുചരീഷാകം ഗീർഭിർവൃഷണമൈഡയൻ, ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യനൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നായ ഗായനോസോ ദിഫലസ്ത്രിമൂലശ്ചതുര്യസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വ അഷ്ടവിടപോ നവാക്ഷോ ദശക്ഷതി ദ്വിഖഗോഹ്യാദിവൃക്ഷ. നരസിംഹാവതാരത്തിന് ശേഷം ബ്രഹ്മാവ് ഇപ്പൊ ഇങ്ങനെയാണത്രേ. ആ അവതാരത്തിന് മുമ്പേ സ്തുതിക്കുക. കാരണം എന്താ, അവതാരം കഴിഞ്ഞ് സ്തുതിക്കാൻ പറ്റുമെന്ന് ഇഷ്ടമില്ല. കൃത്വ അട്ടഹാസം, അത് ഒരു ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ദുഷ്ടന്മാരെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എങ്ങനെയാ വരുന്നത് എന്ന് ഇഷ്ടമില്ല. ഇത് എല്ലാവർക്കും മാറോട് ചേർക്കാൻ തോന്നുന്ന മരതകമണി വർണ്ണനാണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം വന്ന് സ്തുതിച്ചത്. പാവനാവതാരത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സ്തുതിയൊക്കെ ഉണ്ടായി. വൃഷ്ടിഗർഭൻ എന്നൊക്കെ വിളിച്ചു. പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാന്നുള്ള രീതിയിൽ. ഇപ്പോ ആ വൃഷ്ടിഗർഭനാണ് ഇപ്പോ വാസുദേവനായിട്ട് അവതരിക്കാൻ പോണത്. ഈ കഥകളൊക്കെ ഇവിടെ പറയാം. ചിലര് സജ്ജനങ്ങൾ, വ്യാഖ്യാതാക്കൾ പറയണു നേരം പോക്കായിട്ട് പറയണതാണ്. എന്തായാലും അവിടെ ആ നരസിംഹാവതാരത്തിന് പ്രഹ്ലാദന്റെ നവധാഭക്തിക്ക് തുല്യമായി 9 സത്യം ചേർത്ത് വെച്ചൊരു ശ്ലോകം ഉണ്ടാക്കിയതാണ് അത്ര ബ്രഹ്മാവ് ആദ്യം. പിന്നെ അവിടുത്തെ ആ വേദ സ്തുതി എന്നുള്ള രീതിയിൽ ഗംഭീരായിട്ടുള്ള തത്വമൊക്കെ ചേർത്ത് വെച്ചിട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് പറയും, ബ്രഹ്മാവേ, ഈ അവതാരത്തിൽ ഇതൊന്നും ആവശ്യമില്ല. ഈ അവതാരത്തിൽ കൃഷ്ണ, കള്ളകൃഷ്ണ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് ഇപ്പൊ അങ്ങ് പറയണത് പോലെ ആ ഏകായനോ ശ്രോതിഫലസ്ത്രിമൂലശ്ചതുര്യസ ഇതൊന്നും വേണ്ട. എന്നെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുകയേ വേണ്ടൂ, അത്രേ വേണ്ടൂ എന്നാണ്. ഏതായാലും ബ്രഹ്മാവിന്റെ ഗംഭീരമായിട്ടുള്ള സ്തുതിയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എപ്പോഴാ കാണാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ഞാൻ പുറത്തേക്ക് വരുമ്പോ കാണാം. അല്ലേ, ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുമ്പോ ഇന്ന് ശുദ്ധിയാണ്, വേറെ ആരും അകത്ത് വേണ്ട എന്നാണ്. എല്ലാവരും പുറത്ത് നിൽക്കുക. ഇനി എപ്പോഴാ കാണാൻ പറ്റുക? ശിവേലിയുടെ സമയത്ത്. ആനയില്ലാത്ത ശിവേലി പോലെയാണ് വസുദേവർ ഉണ്ണിയെ കൊണ്ട് പുറത്തേക്ക് വരിക. അപ്പൊ കണ്ടാ മതി എന്നാണ്. ഈ വിശ്വരൂപം അതിപ്പോ ആർക്കും കാണിച്ചു കൊടുക്കണില്ല, ദേവകിക്കും വസുദേവർക്കും മാത്രം. ശുദ്ധിയുടെ അന്ന് ആ പിതൃസ്ഥാനീയനായ തന്ത്രിയും മാതൃസ്ഥാനത്തുള്ള ആ പേശാന്തിയും മാത്രം അകത്തിരിക്കണത് പോലെ ഇപ്പൊ 2 പേര് മാത്രമേ അകത്തുള്ളൂ. അപ്പോ ആ ദേവകീ വസുദേവന്മാരെ ആ വേണ്ട പോലെ അഭിനന്ദിച്ച് ദേവിയോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ദേവി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ദേവിയുടെ ഉണ്ണി വേണ്ടതുപോലെ ചെയ്തോളും, ബ്രഹ്മാവിന്റെ വക. ദിഷ്ട്യാമ്പതേ കുക്ഷിഗത പരപ്പുമാനംശേന സാക്ഷാൽ ഭഗവാൻ ഭവായന
മാ ഭൂദ്ധയം ഭോജകതേർമുമൂർഷോർ ഗോപ്തായദൂനാം ഭവിതാ തവാത്മജ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപമനിതം യഥാ ബ്രഹ്മേശാനോ പുരോധായ ദേവ പ്രതീയൂർ ദിവം. അവരൊക്കെ തിരിച്ചുപോയി. ഈ സമയത്ത് ദേവിയെ വിളിച്ചു ഭഗവാൻ. ദേവി അവതാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ? അധ സർവഗുണോപേതകാല പരമശോഭന എന്ന് ചോദിച്ചപ്പോ ദേവി അതന്നെ അങ്ങോട്ട് പറഞ്ഞു. അധ സർവഗുണോപേതകാല പരമശോഭന. എല്ലാം ഭംഗിയായിട്ടുണ്ട്. അവൾക്ക് ദേവിക്ക് സംശയം ഇനി എല്ലാം ഭംഗിയായിട്ടില്ലെങ്കിലോ പറയലേ ഉണ്ടായുള്ളൂ, എന്നാ ഒന്ന് അന്വേഷിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേവി ചെന്ന് നോക്കുമ്പോ ആകാശത്ത് മേഘങ്ങൾ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയക്കോടെ പരിപൂർണനായി ചന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോ ദേവിക്ക് അത്ഭുതമായി. ദേവി ചോദിച്ചു, ഇതെന്താത് ചന്ദ്രൻ ഇങ്ങനെ പൂർണ്ണനായിട്ട് അഷ്ടമിയുടെ അന്ന് ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ, ചന്ദ്രകലയാണല്ലോ പതിവ്. അത് ശരിയാണ്, ചന്ദ്രകലയായി കഴിഞ്ഞാൽ ആ മഹാദേവന്റെ ആ തിരുമുടിയിൽ ചേരാം. ഇവിടെ ചന്ദ്രവംശിയായിട്ട് ഭഗവാൻ അവതരിക്കുമ്പോ എന്തു വേണം? ഞാനും പൂർണ്ണനായിട്ട് നിൽക്കുകയാണ്, പരിപൂർണതമനായിട്ടാണ് ഭഗവാന്റെ അവതാരം. നക്ഷത്രങ്ങളിൽ രോഹിണിക്കാണ് ഏറ്റവും സന്തോഷം. ആ കണ്ണനെ കുറിച്ച് ആലോചിച്ചിട്ടെ, ഇനി കുറച്ചു കാലം കഴിയുമ്പോ അമ്പാടിയിൽ ഓടിക്കളിക്കുമ്പോ ഈ ഉണ്ണി എങ്ങനെ വിളിച്ച് ഗോപികമാര് ചോദിക്കും ഉണ്ണിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോ ഉണ്ണി കണ്ണൻ എന്ന് പറയും. ഉണ്ണിയുടെ നക്ഷത്രം എന്താന്ന് ചോദിക്കുമ്പോഴാണ് രോഹിണി എന്ന് പറയാം. അത് ആലോചിക്കുമ്പോ രോഹിണിക്ക് സന്തോഷം. ഇങ്ങനെ എല്ലാവർക്കും സന്തോഷമാണ്. താമരപ്പൂക്കൾക്ക് എത്രയാ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം. ഈ ഉണ്ണിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ താമര 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 എന്ന് പറയും. അതുകൊണ്ട് ആ താമരപ്പൂക്കൾ രാത്രി തന്നെ വിടർന്നു നിൽക്കുന്നു. ആമ്പലിനോടൊപ്പം താമര വിടരാറില്ല. താമര കാലത്ത് സൂര്യോദയത്തിലാണ്. ഇപ്പോൾ ആമ്പലും താമരയും ഒരേപോലെ വിടർന്നു നിൽക്കുന്നു. ഋഷീശ്വരന്മാരുടെ അഗ്നി, ആ ഹോമാഗ്നി പ്രദക്ഷിണമായിട്ട് ജ്വലിക്കണു. സജ്ജനങ്ങളുടെ മനസ്സ് ആനന്ദം കൊണ്ട് നിറയണു. അങ്ങനെ എല്ലായിടത്തും എല്ലാം വേണ്ടതുപോലെ ആയപ്പോ സുഗന്ധം വഹിച്ചുകൊണ്ട് മെല്ലെ കാറ്റ് വീശണു. കരയിലേക്ക് മെല്ലെ എത്തുന്ന ആ കടലിലെ തിരകൾ. അങ്ങനെ എല്ലായിടത്തും ആനന്ദം നിറഞ്ഞു നിൽക്കുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ അവതാരം ശംഖുചക്ര ഗദാപൽപ്പങ്ങൾ ധരിച്ചും കൊണ്ട് തൻ്റെ ആ സ്വത്വത്തെ അവിടെ ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ വെണ്ട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ അവതരിക്കണു. അതിനുശേഷം ആ ദേവകി മോഹിച്ചതുപോലെ, ഏതൊരമ്മയും മോഹിക്കുന്ന, തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർക്കാൻ മോഹിക്കുന്ന ഒരമ്മയുടെ മനസ്സ് ദേവകിയിലുമുണ്ട്. അപ്പോൾ ശംഖുചക്ര ഗദാപൽപ്പങ്ങളോടുകൂടി നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ബഭൂവ പ്രാകൃത ശിശു, ഒരു സാധാരണ ഉണ്ണിയായിട്ട് മാറുന്നത്. വസുദേവര് ആ ഉണ്ണിയെ എടുത്തുകൊണ്ടുപോയി അമ്പാടിയില് യശോദാതൽപ്പത്തിൽ കിടക്കുന്നത്. ആ യശോദാതൽപ്പത്തിൽ കിടക്കുന്ന പെൺകുട്ടിയെ എടുത്ത് തിരിച്ചു വരുന്നു. ആ യശോദാതൽപ്പത്തിൽ വീണ് കിടക്കുന്ന ആ ഉണ്ണികൃഷ്ണന്റെ മനോഹരമായിട്ടുള്ള ലീലകളാണ് ഇനി പിന്നെ നാളെ നമ്മൾ കേൾക്കുക. ഇപ്പോൾ നമുക്ക് അവതാര രംഗത്തെ പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച അഥ സർവഗുണോപേതകാല പരമശോഭന യർഹേവാജനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാകര നദ്യപ്രസന്നസലിലാഹൃദാജലരുഹശ്രിയ ദ്വിജാലികുലസംനാദസ്തപഗാമനരാജയ വവോ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിന്നേ ദുർദുന്ദുഭയോ ദിവി ജഗുത്തിന്നരഗന്ധർവാസ്തുഷ്ടുഃ സിദ്ധചാരണാം വിദ്യാഭദ്യശ്ച മമൃദു അപ്സരോഭിഃ സമം തദാ മുമുചുർമുനയോ ദേവാസുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം
നിഷീധേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിരാസീൻ യഥാ പ്രാച്യാം ദിശീം ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗതകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സവിസ്മയോർഭുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനകതുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവസംഭ്രമോസ്പൃശൻ മുദാ ബിജേഭ്യോ ഇതമാപ്ലുതോ ഗവാം അഥൈനമസ്തോടവധാതിപൂരുഷം വരം നദാംഗകൃതധീകൃതാഞ്ജലിശ്വരോചിഷാ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീപ്രഭാവവിൽ. വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷ പ്രകൃതേ പരാ കേവലാനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിദൃക് സ ഏവ സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ട പ്രവിഷ്ടൈവ ഭാവ്യസേ യഥേനേ വികൃതാഭാവസ്തഥാ തേ വികൃതൈസാ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുൽപാദ്യാ ദൃശ്യന്തേനുഗതായിവ പ്രാഗേ വിവിദ്യമാനത്വാൽന തേഷാമിഹ സംഭവ ഏവം ഭവാൻ ബുദ്ധിമേ ലക്ഷണൈർഗ്രാഹ്യൈർഗുണൈ സന്നപിതഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനാത്മവസ്തുന യാത്മനോ ദൃശ്യഗുണേഷു സന്നിധിവ്യവസ്ഥതേ സദ്വ്യതിരേകതോ ബുധ വിനാനുവാദം ന തന്മനീഷിതം സമ്യക്തസ്തമുപാദുതൽപുമാൻ ത്വത്തോസ്തി ജന്മസ്ഥിതി സംയമാൻ വിഭോ വദദ്ദീഹാദഗുണാദ വിക്രിയാൽ ത്വയീശ്വരേ ബ്രഹ്മണോ വിരുദ്ധ്യതേ തദാശ്രയത്വാദുപചര്യതേ ഗുണൈ സത്വം ത്രിലോകസ്ഥിതയേ സ്വമായാ ബിഭർഷി ശുക്ലം ഖൽവർണമാത്മന സർഗായ രക്തം രജസോപദ്വിഹിതം കൃഷ്ണം ച വർണം തമസാ ജനാത്യേ ത്വമസ്യ ലോകസ്യ ഭോരിരക്ഷിഷുർഗേഹവതിർനോസി മമാഖിലേശ്വര രാജന്യസംജ്ഞാതുരകോടിയൂഥവേർനിർവ്യൂഹ്യമാനാ നിഹനിഷ്യസേ ചമോ ഹരേ അയം ത്വസഭ്യസ്തവ ജന്മനൗ ഗൃഹേഷു ത്വാഗ്രജാംസ്തേന വധിൽ സുരേശ്വര സദൈവതാരം പുരുഷേ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസരത്യുദായുധ. ശ്രീശുക ഉവാച അഥൈനമാത്മജം വീക്ഷ്യാ മഹാപുരുഷലക്ഷണം ദേവഗീതമുപാധാവൽക്കംസാദ്ഭേദാശുചിസ്മിത ദേവക്യുവാചാരൂമ്യം രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപ നഷ്ടേ ലോകേ ദിവരാർത്ഥാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷോ വ്യക്തവ്യക്തം കാലവേഗേന യാതേ ഭവാനേക ശിഷ്യതേ ശേഷസംജ്ഞാ യോയം കാലസ്തസ്യ തേ വ്യക്തബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടതയേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയം തന്ത്വേഷാനം ക്ഷേമധാമ പ്രപദ്യേ മർത്യോ മൃത്യുവ്യാളഭീതഫലായൻ ലോകാൻ സർവാൻ നിർഭയം നാധ്യഗച്ഛൽ ത്വൽപാദാദ്യം പ്രാപ്യേ ദൃക്ഷയാദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദ വൈദി സത്വം ഘോരാദുഗ്രസേനാത്മജാന്നസ്ത്രാഹിത്രസ്താൻ ഭർത്യവിത്രാസഹാസി രൂപം ചേതം പൗരുഷം ധ്യാനനിത്യം അപ്രത്യക്ഷം മാം സദൃശാം പുരുഷേഷ്ഠ ജന്മതേ മയ്യസൗ പാപോ മാ വിദ്യന്മധുസൂദന സബുദ്ധിരേ ഭവദ്ധ്യേരോ കംസാദഹമധീരഥി ഉപസംഹര വിശ്വാത്മന്നതോ രൂപോ ലൗകികം ശംഖചക്രഗദാപത്മശ്രിയാദുഷ്ടം ചതുർഭുജം വിശ്വംബ്യതേതൽ സദനോ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവൻ ബിഭർത്തി സ്വയം മമ ഗർഭഗോ ഭൂതഹോ നിർലോകസ്യ വിഡംബനം ഹിതൽ. ശ്രീ ഭഗവാൻ ഉവാച
त्वमेव पूर्वसर्गे भूपृष्टिस्वायं भुवे सदी तदायं सुतपानामा प्रजापतिरकल्मष युवां वै ब्रह्मणादिष्टो प्रजासर्गे यदा तदा सन्नियम्येन्द्रियग्रामं ते बाधे परमन्तपा वर्षवादातमहिमघर्मकारगुणानयो स मानुषासरोधनिर्धूतमनोमलौ शीर्णवर्णानिलाहार उपशान्तेन चेत्सा मत्तकामानभीप्सन्तौ मदाराधनमीहतौ एवं वां तप्यतोस्ति व्रतव परमदुष्करं दिव्यवर्षसहस्राणि द्वादशेयुर्मदाल्पनो तदा मां परिदुष्टोऽहममुनावपुषानघे तपसा श्रद्धया नित्यं भक्तिया जहति भाविता प्रादुरासंवर्धनाद्युवयोगामदिर्सया व्रियताम्बर इत्युक्ते मादृशो वा मृतस्सुता अजिष्टग्राम्यविषयानवनवत्योज दम्पती वराधे भोर्गं मे मोहितो ममायया गदे मयि युवां लब्ध्वा मरं मत्सर्षं सुतं ग्राम्यन् भोगान भुञ्जाधां युवां प्राप्तमनोरथौ अदृष्टान्यतमं लोके शीलौदार्यगुणैः समं अहं सुतो वामभवं वृष्टिगर्भैति श्रुता तयोर्वां पुनरेवाहमदित्यामास कश्यपाल्लुपेन्द्रेति विख्यातो वामनत्वाच्च वामना तृतीयेऽस्मिन् भवेऽहं वै तेनैव पुषाधवां जातो भूयस्तयोरेव सत्यं मे व्याहृतं सति एतद्वां दर्शितं रूपं प्राग्जन्मस्मरणाय मे नान्यथा मद्भवज्ञानं मर्त्यलिङ्गेन जायते युवां मां पुत्रभावेन ब्रह्मभावेन च सकल चिन्तयन्तौ कृतस्नेहो यास्येथे मद्गतिं पराम् श्रीशुक उवाच इत्युक्त्वा सिद्धरिस्तूष्णीं भगवानात्ममायया पित्रो सम्पश्यतो सद्यो बभूव प्राकृतशिशु ततश्च शौर्यर्भगवल्प्रचोदितस्तुतं समादाय ससूदिका गृहाल् यदा बहिर्गन्तुमियेष तर्ह्य च या योगमाया जनि नन्दजायया सर्वत्र देवी नाम संकीर्तनम् श्री महादेवी नमः तया हृदप्रत्यय सर्ववृत्तिषु द्वास्थेषु मौर्येषु विषायितेष्वधा द्वारस्तु सर्वापि हिता दुरत्यया बृहत्कवाडाय सकीलशृङ्खलै ताकृष्णवाहे वसुदेवागते स्वयं विविर्यन्ते यथा तमोरवे ववर्षपर्जन्यवांशुकृर्जितशेषोन्वगाल्वारिदिवारेन् भणै मघोनिवर्षत्यसकल यमानुजो यमानुजा गम्भीरतो ये भजवर्मिभेनिला भयानकावर्तशरा कुलानदी मार्गं ददौ सिन्धुरिव श्रियपते नन्दव्रतं शौरिरुपेत्य तत्र तान् गोपान् प्रसुप्तान् उपलभ्य निद्रया सुतं यशोदाशयने निधाय तल्सुतामुपादाय पुनर्गृहानगाल् देवक्याशयनेन्यस्या वसुदेवोऽथ दारिकां प्रतिमुच्यपदोर्लोहमास्त्वे पूर्ववदावृता यशोदा नन्दपत्नी च जातं परमबुद्ध्यता न तल्लिङ्गं परिश्रान्ता निद्रया भगत स्मृति श्रीहरे नमः इति श्रीमद्भागवते महापुराणे वैयासिक्यामष्टादशसहस्र्यां पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे कृष्णजन्मनि तृतीयोऽध्याय सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द सदा सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द അച്ഛനും അമ്മയ്ക്കും മുന്നിലായി അത്ഭുത ബാലനവതരിച്ചു ആയുധജാലങ്ങൾ എന്തിക്കൊണ്ട് ആനന്ദദായകനുണ്ണിയെത്തി ഇക്ഷിതിയിൽ മറ്റു ഭാഗ്യമുണ്ടോ ഇന്നെന്റെ ജന്മം സഫലമായി ഈരേഴുലകിനും നാഥനിത ഇന്നെന്റെ ഉണ്ണിയായ എത്ര പുണ്യം ഉണ്ണിയെ കണ്ടൊരു ദേവകിക്കും ഉള്ളത്തിൽ ഭക്തി കരകവിഞ്ഞു ഊഴിക്കു രക്ഷകനായ ദേവൻ ഉടനൊരു ബാലകനായി മാറി എന്റെ ഉണ്ണി എന്നു ചൊല്ലി ദേവി എത്രയും സ്നേഹത്താൽ കണ്ണിറഞ്ഞു ഏറെ മോദേനയാ മാധവനു ഏകിനാൻ സ്തന്യവും തൃപ്തിയോടെ ഐഹിക ദുഃഖങ്ങളില്ലാതാവാൻ ഐശ്വര്യമെന്നും നിറഞ്ഞിടുവാൻ ഒക്കെ തിരിക്കുന്ന ഈശ്വരനെ ഒക്കെ തീരുത്തുവാൻ ആഗ്രഹിക്കൂ ഓരോ ദിവസവും ഭക്തിയോടെ ഓതുവാനാകണം പുണ്യനാമം
ഔഷധം നാമ സങ്കീർത്തനം താൻ ഔപമ്യമില്ലാത്ത കൃഷ്ണനാമം. അംബുജലോചനൻ തന്റെ ലീല അന്തരംഗത്തിലായി ചേർത്തു വയ്ക്കൂ. അച്യുത ചിന്തയതൊന്നു മാത്രം അച്യുതമെന്നെന്നും ഓർത്തിടേണം. അക്ഷരഗീതികയായി ഞങ്ങൾ അച്യുതാമൻ കഥ പാടിയിടുമ്പോൾ അക്ഷരമാക്കണേ ജന്മമെന്നും അനിലപുരേശ്വര വാസുദേവ. കാരാകാരത്തമസിൽ കനിവുകിനിയുമാ ഭക്തിദീപം തെളിഞ്ഞു കണ്ടു ശ്രീകൃഷ്ണരൂപം അനുപമ മധുരം. ശംഖചക്രാദിയോടെ കണ്ണീരാൽ പാദപത്മം കഴുകി സുഹൃതികൾ ദേവനോ ബാലനായി കൈവല്യം നൽകുവാനായി സ്മരരിപു ഹരിയോ ലീലയാടാനൊരുങ്ങി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഇപ്പോ ഈ അക്ഷരപ്പൂക്കളെ ഭക്തിയാദരപൂർവം സമർപ്പിക്കണം. ഹരേ കൃഷ്ണ. ഇപ്പോ സ്വാമിജി എത്തും. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് മറ്റ് ചില ചടങ്ങുകളൂടെ നടത്താനുണ്ട്. അതിനുശേഷം ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം.